നമസ്കാരം. ഞാന് മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ വിശേഷമായിട്ട് വന്നാണ്. ഇന്നാണ് കഴിഞ്ഞ 2 ദിവസം മുന്നേ ഉണ്ടാക്കി. ഇന്നിപ്പോ പാക്ക് ചെയ്ത് എല്ലാം സീൽ ചെയ്ത് കൊറിയർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവനാണ് ശരിക്കും പറഞ്ഞ എന്റെ അനുജന്റെ മോനാണ്. ഇവനാണ് ആദം എന്നാണ് പേര്. ഇവനാണ് ഈ ടേസ്റ്റർ. എല്ലാ മീനിന്റെയും അച്ചാറുകളുടെയൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയുന്ന കൊച്ചു മിടുക്കനാണ് കേട്ടോ. അപ്പൊ ഇവനെ കൊണ്ട് തന്നെ നമുക്ക് കപ്പയും മീൻ അച്ചാറും കൂടി തീറ്റിപ്പിക്കാം അല്ലേ? തരട്ടെ? നിങ്ങള് ഇന്ത്യയിൽ എവിടെയും കൊറിയർ ആയിട്ട് സർവീസ് അവൈലബിൾ ആണ്. വിദേശത്തേക്ക് ഷിപ്പിംഗ് ചാർജ് ഭയങ്കരമായതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഞങ്ങള് അത് ചെയ്യുന്നില്ല. വിദേശത്തുള്ള ആൾക്കാര് നാട്ടിൽ വരുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കൊണ്ടുപോകാം. ഇതിപ്പം അച്ചാറത് കുഴപ്പമില്ല, തീർക്കാനുള്ളതല്ല. ഇതിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മീൻ അച്ചാർ ഇന്ന് പാക്ക് ചെയ്താണ് കേട്ടോ. കണ്ടോ, നല്ല നല്ല പീസുകളാണ് കേട്ടോ. നല്ല മുരുമുര നല്ല ക്രിസ്പി പീസുകളാണ്. അപ്പം ഈ കപ്പ ചെണ്ട പുഴുങ്ങിയത്, എന്താ പറയാ, മുറിച്ചു പുഴുങ്ങിയ കപ്പയും ഇതിനും ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. അത് പീസ് കണ്ടോ, ആഹാ, അതിൽ വെള്ളം വരുന്നുണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. കപ്പയും മീനും. ഇത് മീനച്ചാറ്, ഇത് കപ്പ. ഓക്കെ, നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഈ പീസ് കണ്ടോ, നല്ല ക്രിസ്പിയാണേ. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. എരിവ് കറക്റ്റ് അല്ലേ? ഉപ്പ് പുളി കറക്റ്റ് ആണോ? കൂടുതലാണോ? അല്ല അല്ല, നല്ല നല്ലതായിട്ട് ഇപ്രാവശ്യം മീൻ ഉണ്ടാക്കിയത് നല്ല കറക്റ്റ് ക്രിസ്പി ആയിട്ട് വന്നുണ്ടോ, പൊട്ടത്തില്ല. നല്ല മീൻ നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തേ, കുറെ കഷ്ടപ്പെട്ടു. നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തു, നല്ല പീസാ. ഇപ്രാവശ്യത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ മാച്ച് ബീഫ് ഉണ്ടാക്കുമ്പോൾ ഒരു ഇത്തിരി എരിവ് കൂടിപ്പോയി, സാരമില്ല കേട്ടോ. പക്ഷെ ഇരിക്കുന്തോറും എരിവ് മാംസത്തെ പിടിക്കും. നല്ല പീസുകളാണ്. എപ്പോഴും ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് വലിയ ലാഭമില്ല. നമ്മൾ കേര തന്നെ മേടിച്ച് വരുമ്പോൾ കിലോ 400 രൂപ വരുന്നുണ്ട്. നമ്മൾ മാംസമായിട്ട് എടുത്ത് വരുമ്പോൾ 400 രൂപ വരുന്നുണ്ട്. 2 കിലോ കേരമീന് വറുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 1.25 കിലോയാണ്. ഫ്രൈ ചെയ്ത് 1.25 കിലോ, മനസ്സിലായി? അപ്പൊ നമുക്ക് അത്ര വലിയ ലാഭമൊന്നും പറയാനില്ല. എന്നാലും ബൾക്കിന് ഉണ്ടാക്കി വിൽക്കുമ്പോൾ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകും. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ക്വാളിറ്റിയുള്ള എണ്ണ, ക്വാളിറ്റിയുള്ള കാശ്മീരി ചില്ലി കൂടുതലിടും, നല്ല നിറം കിട്ടാനും കൊഴുപ്പ് കൂടാനും. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. വെളുത്തുള്ളിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടെ ഇല്ലേ. അങ്ങനെ തന്നെ സെപ്പറേറ്റ് ആദ്യം വെയിലത്തിട്ട് ഉണക്കും, എന്നിട്ട് ഞാൻ വറുത്തെടുക്കും. ഭയങ്കര ടേസ്റ്റായി. ഈ വെളുത്തുള്ളി ഒന്നും കളയരുത് കേട്ടോ, നിങ്ങൾ പ്രത്യേകം കഴിക്കണം. നമ്മൾ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ രാവിലെ ആണെങ്കിൽ ഒന്നും കഴിച്ചുമില്ല, വിശക്കുവാ. അടിപൊളി. ഈ റെഡ് കളർ എന്താണെന്നറിയാവോ? കളറല്ല, ഇത് ശരിക്കും കാശ്മീരി ചില്ലിയുടെ ഒറിജിനൽ കളറാണ്. അല്ലാതെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. ഈ കപ്പയും ഈ മീൻ അച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളി. വെറും മീൻ അച്ചാറ് കൂട്ടിയിട്ട് സൂപ്പർ ഈ കപ്പ തീർക്കാൻ പറ്റും. അത്ര നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ഫ്ലേവറും നല്ല മണവും നല്ല രസമാണ്, നല്ല സ്വാദ്. കൃപ, എനിക്ക് ടിഷ്യൂ ഒന്ന് എടുത്തു തരാവോ? അപ്പൊ അങ്ങനെ, അപ്പം നിങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ. റിങ്ക് അടിപൊളിയായിട്ടുണ്ട്. ഇന്നത്തെ കഴിച്ചോ, ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പം കഴിച്ചു. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, മേടിക്കണം കേട്ടോ. നല്ല വിദേശത്ത് കൊണ്ടുപോകാനൊക്കെ ആണെങ്കിലും ബൾക്കായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി പ്രത്യേകം ഞങ്ങൾ ഉണ്ടാക്കി തരും. പിന്നെ കൊണ്ടുപോകാൻ നാട്ടിലേക്ക് ആരെങ്കിലും വിദേശത്തുള്ള മക്കൾ പോയി ടിഷ്യൂ എടുത്തോണ്ടെന്ന്, വിദേശത്ത് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇപ്പൊ അവിടേക്ക് നമ്മൾ ഷിപ്പ് ചെയ്യുന്നില്ല. ഷിപ്പിംഗ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് സമയം എടുക്കും. ഓൾ ഇന്ത്യയിൽ കൊറിയർ ആയിട്ട് കിട്ടും. ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ കൊറിയർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഞാനൊരു കുഞ്ഞി കഥ പറഞ്ഞോട്ടെ. കഥ ഇങ്ങനെയാണ്, പറയട്ടെ? നല്ല പോളിംഗ് ആണല്ലോ. കഷ്ണം മുഴുവൻ തീർത്തോ? എരിയൊന്നില്ലേ? എരിവില്ല, കുറച്ചേ ഉള്ളൂ. ഓക്കെ. അപ്പം ഒരു വയലിന്റെ നടുവിലായിട്ട് ഒരു കുരുവി കൂട് കൂട്ടിയിരുന്നു. അതിനകത്ത് 2 കുഞ്ഞിക്കുരുവികളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ അമ്മക്കുരുവി തീറ്റ തേടി പുറത്തുപോയി.
തീറ്റയുമായിട്ട് വൈകുന്നേരം തിരിച്ചു വന്നപ്പോ ഈ 3 കുഞ്ഞു കുരുവികളും മക്കള് കുരുവികളും ഭയങ്കര കരച്ചില. ആപത്താണമ്മ, ആപത്താണമ്മ, ആപത്താണമ്മ. എന്തേന്ന് ചോദിച്ചു. അമ്മ ഭയങ്കര ആപത്താ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അമ്മ ഇന്ന് ഈ വയലിന്റെ ഉടമ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് എല്ലാവരോടും പറയുന്നത് കേട്ടു, മക്കളോട് പറയുന്നത് കേട്ടു, അപ്പുറത്തെ വീട്ടിലെ അടുത്ത ഗ്രാമത്തിലെ പണിക്കാരെയൊക്കെ വിളിക്കണം. ഈ നെല്ല് കൃഷി കൊയ്യാൻ സമയമായി, അത് വിളവെടുപ്പിന് സമയമായി, കൊയ്യണം. അതുകൊണ്ട് അടുത്ത ഗ്രാമത്തിലെ പണിക്കാരനെ വിളിച്ചിട്ട് നാളെ തന്നെ വിളിച്ച് കൊയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി തന്നെ പോണം അമ്മ. നാളെ കൊയ്യാനായിട്ട്, വയൽ കൊയ്യാൻ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മക്കുരുവി ചിരിച്ചിട്ട് പറഞ്ഞു, സാരമില്ല, നാളെ കൊയ്ത്തൊന്നും നടക്കത്തില്ല, മക്കള് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സമാധാനമായിട്ട് കിടത്തി ഉറക്കി. അത് കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുത്തു. അമ്മക്കുരുവി മക്കൾക്ക് വേണ്ടിയിട്ട് തീറ്റ തേടിപ്പോയി. വൈകുന്നേരമായപ്പോ അമ്മ തീറ്റയുമായി വന്നപ്പോൾ വീണ്ടും മക്കൾ കരയാൻ തുടങ്ങി. അമ്മ ഇന്ന് രാത്രി തന്നെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, വയൽ കൊയ്യാൻ ആളുകൾ വരുന്നുണ്ട്. ഇന്ന് ആ വയലിന്റെ ഉടമയും മക്കളും വീണ്ടും വന്നിരുന്നു. അവര് പറയുന്നത് കേട്ടു, അടുത്ത ഗ്രാമത്തിലെ പണിക്കാരെ ഒന്നും കിട്ടിയില്ല, അവരാരും വന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിലെ ഈ നാട്ടിലെ പണിക്കാരെ വെച്ചിട്ട് നാളെ തന്നെ വയൽ കൊയ്യണം, നെല്ല് കൊയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അമ്മ പറഞ്ഞു, നാളെയും കൊയ്ത്ത് നടക്കില്ല, മക്കള് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോളൂ, ടെൻഷൻ അടിക്കണ്ട, അമ്മ കൂടിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മക്കള് ശാന്തമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തു. അമ്മ തീറ്റ തേടിപ്പോയി. വൈകുന്നേരം ആയപ്പോ അമ്മ തീറ്റയുമായിട്ട് വന്നപ്പോ ഈ മക്കള് കുരുവി 3 പേരും ഭയങ്കരമായിട്ട് തമാശ പറഞ്ഞു, കളിച്ചു ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. അപ്പോ അമ്മക്കുരുവി ചോദിച്ചു, ഇന്നെന്താ പതിവില്ലാത്തൊരു സന്തോഷം എന്ന് ചോദിച്ചു. അപ്പൊ മക്കള് കുരുവി പറഞ്ഞു, അമ്മ ഈ വയലിന്റെ ഉടമസ്ഥൻ ഇന്നും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ 5 ആൺമക്കളെയും കൂട്ടിയിട്ടാ വന്നത്. എന്നിട്ട് വളരെ ഒരു ചെറിയൊരു വിഷമത്തോടു കൂടി മക്കളോട് പറയുന്ന കേട്ടു, അടുത്ത ഗ്രാമത്തിലെ പണിക്കാരും വന്നില്ല, നമ്മുടെ ഗ്രാമത്തിലെ പണിക്കാരും ഈ നെല്ല് കൊയ്യാൻ വന്നില്ല, ആരും വന്നില്ല. ഇനി പണിക്കാരും വരുമെന്ന് തോന്നുന്നില്ല, അവരെ ആശ്രയിച്ചിരിക്കണ്ട, അതുകൊണ്ട് നമുക്ക് തന്നെ കൊയ്യാം. നമ്മൾ 6 പേരില്ലേ, നിങ്ങൾ 5 പേരും ഞാനും ഇല്ലേ, നമുക്ക് തന്നെ കൊയ്ത്തിനിറങ്ങാം. അപ്പൊ നാളെ രാവിലെ തന്നെ നമുക്ക് കൊയ്യാം കേട്ടോ എന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ആ കുഞ്ഞുങ്ങൾ പറയാനേ, അടുത്ത ഗ്രാമത്തിലെ പണിക്കാരും വന്നില്ല, ഈ ഗ്രാമത്തിലെ പണിക്കാരും വന്നില്ല, അങ്ങനെ ഒരു പണിക്കാരും ഇല്ലാതെ ഇവർക്ക് എങ്ങനെ കൊയ്യാൻ പറ്റുമമ്മ എന്നും പറഞ്ഞ് അത് നടക്കാനൊന്നും പോണില്ല, അത് ഓർത്ത് ഞങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ എന്താ പറയാ, അമ്മയുടെ മുഖത്തേക്ക് അപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായി തുടങ്ങി. അമ്മ ആകെ വെപ്രാളപ്പെട്ടു തുടങ്ങി. അമ്മ പരിഭ്രമത്തോടു കൂടി മക്കളോട് പറഞ്ഞു, മക്കളെ വേണ്ട, ആപത്താണ്, നമുക്ക് ഇന്ന് തന്നെ കൂട് മാറണം, ഈ കൂട് വിട്ടു പോണം, രക്ഷപ്പെടണം, വേറെ കൂട് നമുക്ക് ഒരുക്കാൻ കേട്ടോ, റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോ ഈ മക്കള് കുരുവി അതിശയത്തോട് ചോദിച്ചു, എന്തു പറ്റിയമ്മ, അതിന് പണിക്കാരില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ അമ്മക്കുരുവി പറയാണ്, അതിനെ നമ്മൾ ഭയപ്പെടണം. അതായത് ആരുമില്ലാത്ത അവസ്ഥയിലും ഒരു പണിക്കാരും കൂടി ഇല്ലാത്തപ്പോഴും ആരും വന്നു ചേരാത്തപ്പോഴും ആ ഉടമസ്ഥൻ അപ്പനെടുത്തൊരു ഡിസിഷൻ ഇല്ലേ, മക്കളെ നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് ഈ വയല് കൊയ്യാം, നമുക്ക് തന്നെ പണിയെടുക്കാം, ആരെയും ആശ്രയിക്കേണ്ട, ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ആ ദൃഢനിശ്ചയത്തിലെടുത്ത അവരുടെ ചില തീരുമാനങ്ങളില്ലേ, അവരുടെ കോൺഫിഡൻസ് ഇല്ലേ, അവരുടെ ധൈര്യമില്ലേ, അതിനെ നമ്മൾ ഭയപ്പെടണം. എന്തായാലും അവർ നാളെ വരികയും ചെയ്യും, അപ്പനും മക്കളും ചേർന്ന് ഈ നെല്ല് മുഴുവൻ കൊയ്തെടുക്കുകയും ചെയ്യും. ആ തീരുമാനം വലുതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുരുവി അന്ന് രാത്രി തന്നെ വയലിലെ അവരുടെ കൂട് ഉപേക്ഷിച്ച് മക്കളെയും കൊണ്ട് ദൂരെ ഒരിടത്തേക്ക് പറന്നുപോയി. മോറൽ ഓഫ് ദി സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരുമില്ലാത്ത അവസ്ഥയിലും നമ്മളെ ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും, വിളിച്ചിട്ട് ആരും വന്നില്ല എങ്കിലും, നമുക്കാർക്കും പണിക്കാരും ഇല്ല എങ്കിലും, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ, ശൂന്യമായ അവസ്ഥയിൽ നിന്നും നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ ഭയങ്കര ധൈര്യം നിറഞ്ഞതും ശക്തി നിറഞ്ഞതും കോൺഫിഡൻസ് നിറഞ്ഞതുമായിരിക്കും. അത് ആർക്കും തകർക്കാൻ പറ്റില്ല. ആ തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോയാൽ അത് വിജയിക്കുക തന്നെ ചെയ്യും. ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് ചുരുക്കം ഇത്രയേ ഉള്ളൂ. ആരും ഇല്ല എങ്കിലും, ആരും തളർത്തിയാലും, ആരൊറ്റപ്പെടുത്തിയാലും, ആര് കുറ്റപ്പെടുത്തിയാലും, ആ അവസ്ഥയിൽ നിന്നും നമ്മൾ ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളും ചില പ്രവൃത്തികളും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം ഈ കഥ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു ഷെയറിൽ ഞങ്ങളുടെ കുറെ അച്ചാറുകൾ വിറ്റുപോകും. ഇത് മീനച്ചാറാണ് കേട്ടോ. ഇത് ഇന്ന് പാക്ക് ചെയ്ത മീനച്ചാറ്. ഇതെന്താണ്,
ഇത് ബീഫ് അച്ചാറാണ്. ബീഫ് അച്ചാർ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്, മീനച്ചാർ സ്റ്റോക്ക് ഉണ്ട്. ഇതെന്താ? ഇതെന്താ? ലൈം ആൻഡ് ഡേറ്റ്സ് ഈ അച്ചാർ. അപ്പൊ 3 അച്ചാർ ഇപ്പോ സ്റ്റോക്കിലുണ്ട്. കണ്ണിമാങ്ങ അച്ചാർ ഒരു 2 വീക്സ് ആകാൻ റെഡിയാകാൻ, പ്രോൺസ് അച്ചാർ ചെമ്മീൻ അച്ചാർ നെക്സ്റ്റ് വീക്ക് ആകാൻ റെഡിയാകാൻ കേട്ടോ. അപ്പൊ ഈ 3 അച്ചാർ ഇപ്പൊ സ്റ്റോക്കിലുണ്ട്. വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഏതാണോ കൊറിയർ അവിടെ അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് കൊറിയർ പാക്ക് ചെയ്ത് ഞങ്ങൾ അയക്കുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പുതിയ സംരംഭത്തെ വിജയിപ്പിക്കുക. മക്കളുടെ പേരിലാണ് ഞാൻ ന്യൂ ബാബീസ് എന്ന് പറഞ്ഞ ഈ ഫുഡ് പ്രോഡക്ട്സിന്റെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പുതിയ പുതിയ പ്രോഡക്റ്റുകളായിട്ട് നമ്മൾ ഇനിയും വരും. ഒരു താമസിയാതെ തന്നെ അവലൂസ് പൊടി, ചമ്മന്തിപ്പൊടി, അങ്ങനെയുള്ള പുതിയ പുതിയ പ്രോഡക്റ്റുകളൊക്കെ വരുന്നുണ്ട്. ചക്ക വറുത്തത്, പല പ്രോഡക്ട്സും വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം. ഓക്കെ, ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക് യു.